നർമ്മത്തിന്റെ പുത്തൻ രസക്കൂട്ടുമായി കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ ഷോയുടെ ഭാഗമാവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ഷോയുടെ ഭാഗമായ രണ്ട് താരങ്ങൾ, അവരെ സ്വാഗതം ചെയ്യുകയാണ്. നെൽസൺ ശൂരനാട് ആൻഡ് സുധി കൊല്ലം. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. സുധി ചേട്ടാ ആൻഡ് നെൽസൺ ചേട്ടാ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ഓഡിയൻസ് ഇവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി. അല്ല നിങ്ങൾക്ക് അത് കാണുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷമില്ലേ തോന്നുന്നു? ആൾക്കാർ നമ്മളെ കാണുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ചെയ്തു വെച്ച കോമഡി അത് ഓർത്തിട്ടാണ്. ഓർത്തിട്ടാണോ അതോ ഞങ്ങളുടെ എന്തെങ്കിലും കോലം കണ്ടിട്ടാണോ? അതായിരിക്കത്തില്ല. അല്ല, കറക്റ്റ് ഒന്ന് അഭിപ്രായം പറയോ? എന്ത് കണ്ടിട്ടാണ്? നിങ്ങൾ ചെയ്ത കോമഡി കണ്ടിട്ടാണ് ചിരിച്ചത്? കോമഡി കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഓർത്ത് ചിരിച്ചാണ്. അത് ഓർത്ത് ചിരിച്ചത്. വെരി ഗുഡ്. അപ്പൊ ഇനി ഓർത്ത് ചിരിക്കണ്ട, കണ്ടു ചിരിക്കാനുള്ള ഒരു അവസരമാണ്. സ്റ്റേജിലേക്ക് ഒരുപാട് കലാകാരന്മാർ വരാനുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സീറ്റിലേക്ക് ഇരിക്കാം. സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുകയാണ് ഇനി കോമഡി കിങ്സ്. ഞാൻ മനഃപൂർവ്വം തന്നെ ഹിന്ദി പാട്ടിട്ട് ഹിന്ദിക്കാരനായി നിന്നെ ഇവിടെ പൊക്കിയത് കേട്ടാ ചേട്ടാ. 1 കിലോ ഉരുളക്കിഴങ്ങ്, 1/2 കിലോ സവാള, മഞ്ചപ്പൊടി എല്ലാം നിനക്ക് ഞാൻ തരാടാ, എല്ലാം തരാം. നീ വാ, ഇവിടെ വാ, നിനക്ക് എല്ലാ സാധനവും ഞാൻ തരണുണ്ട് കേട്ടാ. എന്താ കാര്യം പാവപ്പെട്ട അടിക്കണം? പാവപ്പെട്ടവൻ അടിക്കുന്ന എടാ, ഇവന്മാർ വാർക്കപ്പണിക്ക് വേണ്ടിട്ട് നമ്മളെ നാട്ടിൽ വന്നതാണ്. ഇപ്പൊ എല്ലാരും ഇവന്റെ കീഴിലാണ്. അത് മാത്രമല്ല, റേഷൻ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറ്റൂല. അവിടെ ഇവനെ പോലെ ഉള്ളവന്മാരാണ് തൂക്കി തരാൻ നിൽക്കുന്നത്. ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന യുവമാര്. നമ്മളൊരു രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ച് ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ യുവമാര് കൈ കിട്ടോടാ നിന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഞാനേ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് ഒരു ജീപ്പ് വന്ന് എന്നെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരു കാറ് വന്ന് ഒരൊറ്റ ഇടി നേരെ അപ്പുറത്തെ വിളക്കകത്ത് വന്ന് വരുന്നു. എന്നിട്ടും ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊട്ടി ചോര വലിച്ചു പറഞ്ഞുണ്ടല്ലോ സംഭവം. അയ്യോ, എന്റെ ശരീരത്തിനൊന്നും പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ ക്യൂവിൽ നിന്നിട്ട് ഞാൻ എടുത്തോണ്ടില്ല സാധനം. ഇതിനൊന്നും പറ്റിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിന്നെ കാത്ത് നമ്മളെ ബിനു ഇല്ലേ, ബിനു രാവിലെ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നവൻ. ഞാൻ കണ്ടവനാ. ഞാൻ കണ്ട അവ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ടല്ലേ ഞാൻ ആ പോസ്റ്റിന്റെ അവിടെ ഒളിച്ചു നിന്നത്. ഇവരെ കണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാത്തതായിരുന്നു. അയ്യോ, അവ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നും എന്നെ കണ്ടു പറഞ്ഞ ഒരു ചോദ്യം, എന്തോന്ന് പണിക്ക് പറഞ്ഞില്ലേ എന്ന്. ഇഷ്ടപ്പെടുവോ ഇല്ലയോ? തെറ്റായി പോയെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല പോവാൻ. ജോലിക്ക് പോകണ താല്പര്യമില്ല. നല്ല കാര്യം. ഇത് വീട്ടിൽ തിന്നാനും കുടിക്കാനും ഉണ്ട്, അതിന്റെ വിഷയമാണ് ഇതൊക്കെ. അത് പറയില്ല, അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ പറയാം? അതിൽ കുറച്ച് കഥയുണ്ട്. അതുകൊണ്ടാണ് ഈ തിന്നാനും കുടിക്കാനും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? വീട്ടിലൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചതിന് ശേഷം അവിടെ 4-5 കൂട്ടം കറിയുണ്ടെന്ന്. ഇവിടെ 4-5 കൂട്ടം കറി ഉണ്ടായിരുന്നിട്ട് ആഹാരം കഴിക്കാത്തവനെ ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കാണുന്നത്. ആന്ധ്ര കഴിക്കാത്തത് അങ്ങനെ അത്ര വലിയ ഈ കറികൾ എന്തോന്നാണ്? ഇന്നത്തെ കറി, ഇന്നലത്തെ കറി, മെനഞ്ഞത്തെ കറി, 4-ാമത്തെ കറി, ഒരു 4-5 കൂട്ടം കറി ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് എന്തിനടാ ചുമ്മാ ചാവാൻ നടക്കുന്നത്? അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞായിരിക്കും ഇന്നലെ അവിടെ ബഹളം അടി മഴക്കെല്ലാം നടന്നില്ല. ഇന്നലത്തെ വിഷയം അതൊന്നുമല്ല. ഇന്നലത്തെ വിഷയം വേറെ ചെറിയൊരു വിഷയം. നമ്മളിപ്പോ വീട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പണയം വെക്കൂല്ലേ? പിന്നെ അയക്കത്തില്ലേ? എനിക്ക് കുറച്ച് സ്വർണ്ണം ശ്രീധരൻ കിട്ടിയ വകയെന്ന് ഞാൻ ഒരു ചെറിയ മാല എടുത്ത് പണയം വെച്ചു. അതിന്റെ പേരിലല്ലേ കലിപ്പ്? ഓ, അവള് കലിപ്പ്, അവളെ അച്ഛൻ കലിപ്പ്, അവളെ അമ്മാവൻ കലിപ്പ്, അവളെ സഹോദരൻ കലിപ്പ്. എന്റെ ദേഷ്യം കാലാർത്ഥ തറയടിച്ച് വിടാൻ തീർച്ചയാണ്. സ്വഭാവം നിനക്കറിയാലോ. അതിന് നിന്റെ ഭാഗത്തെ ഞാൻ നിൽക്കില്ല. കാരണം ഒരു ഭർത്താവിന്റെ അവകാശമാണ്. ഒരു മാലയൊക്കെ എടുത്ത് പണയം വെക്കണത് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. നിനക്ക് എത്ര പവൻ ശ്രീധരൻ കിട്ടിയത്? വെറും 10 പവനാണ് ശ്രീധരൻ കിട്ടിയത്. അതിൽ മാല എടുത്ത് പണയം വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഈ പണയം വെച്ച മാല എത്ര പവൻ ഉണ്ട്? 10 പവൻ. നന്നായിരിക്കും. എടാ, അവർ ഇതിനെ തല്ലിക്കൊല്ലാതെ വിട്ടതല്ലടാ ഭാഗ്യം. കൊള്ളാം. ഇപ്പൊ നീ അവരെ സൈഡായില്ലേ? എനിക്ക് ശരിയാണ്. രാവിലെ ഫേഷ്യൽ ചെയ്തടായി ചാണകം കൊണ്ടാ ഫേഷ്യൽ ചെയ്ത്. രാവിലെ ചെയ്ത മാക്കറിന്റെ മോന്തായം വെച്ചോണ്ടിരിക്കണ നീയാണാടാ എന്നെ കളിയാക്കണത്. അങ്ങനെയൊക്കെ അതൊക്കെ പോട്ട്. വീട്ടില് ഭാര്യ പണയം പോയിട്ട് കരിപ്പൊക്കെ തീർന്നു. എന്തോന്ന് പറയണ്ടേ? അവള് പോയതിനു ശേഷം എത്ര ദിവസം എന്നറിയാം മനസ്സമാധാനായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പൊ നിങ്ങക്ക് ഒരു ഭയങ്കര സ്നേഹമായിരുന്നല്ലേ? സ്നേഹം ഉണ്ടായിട്ടല്ലേ. അവള് പോണ പോക്കല്ലേ കിടക്കുന്ന പായും തലേനെ എടുത്തോണ്ടാണ് പോയത്. ഇപ്പൊ കിടക്കാൻ പായയില്ല ഇവിടെ വീട്ടിൽ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കും. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് പോയിട്ട് വരാം. നമ്മളിവിടെ അടുത്ത ഓഡിറ്റോറിയത്തിൽ. അപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ ആരും
അതെനിക്ക് അറിഞ്ഞൂടാ. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടെന്നറിയാം. നിന്നെ വിളിച്ചില്ലേ? എന്നെ അറിഞ്ഞൂടല്ലേ, എനിക്ക് അറിഞ്ഞൂടല്ലോ. വിളിക്കാത്ത കല്യാണത്തിനാണോ പോണത്? ശ്ശേ, എടാ ഇതിനും കാട്ടി പിച്ച എടുക്കാൻ പോയിക്കോടാ നിനക്ക്. എങ്ങനെ പിച്ച എടുക്കായി? പിച്ച എടുക്കണതിനേക്കാളും നല്ല കാര്യമാണ്. ഓ എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയി നല്ല കാര്യങ്ങൾ ചെയ്യും. പോയി എങ്ങ് പിച്ച എടുക്ക്. എന്തെങ്കിലും പറഞ്ഞ എടാ ഇവന്റെ ഈ കല്യാണത്തിന്റെ ഗ്യാസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മ വന്നടേ. പറ. എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു കല്യാണത്തിനോടേ. ആരും കല്യാണം? നമ്മളാ മറ്റേ വളവിലെ പ്രശാന്തിന്റെ കല്യാണത്തില്ലേ താമസം, വളവിലെ താമസം. അയ്യോ, പ്രശാന്ത് എന്ന് പറയുന്നത് നിങ്ങളെ ശത്രു അല്ലേ? ഓ ഈ ശത്രുവിന്റെ കല്യാണത്തിന് പിന്നെ പോകണമെന്ന് പറഞ്ഞു. അത് എന്തോ എന്ത് വിഷയം അത്? വേറൊന്നുമല്ല, അവന്റെ പരാജയം എനിക്കൊന്ന് നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണാം. അവന്റെ തോൽവിയും പരാജയം അത്രയ്ക്ക് ഭയങ്കര ശത്രുതയില്ലേ? എനിക്ക് പക്ഷേ എന്റെ വീട്ടുകാരത്താണ് ശത്രുത. എനിക്ക് എന്റെ വീട്ടുകാരത്താണ് ശത്രുത. എനിക്ക് എന്റെ വീട്ടുകാരത്താണ് ശത്രുത. എനിക്ക് അവളെ സ്വഭാവം ഒന്നും ശരിയല്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല. അതെന്ത് ഇഷ്ടമല്ലാത്തത്? എടാ നിനക്ക് 4 പിള്ളേരുണ്ട്, പിന്നെ എന്താ നിനക്ക് ഇഷ്ടമല്ലാത്തത്? അവളെ 4 പിള്ളേരുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത്. അയ്യോ വന്നല്ല രാവിലെ. നാരങ്ങള നമ്മളെ കടയിൽ വരണ്ട നാരങ്ങൾ. എടാ മധുരം എങ്ങനെ ആണോ പഞ്ചായത്ത് കൂട്ടി പോയില്ലടാ? ഇല്ലല്ലയാ ഇത്തിരി വീട്ടിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. തന്നെ രാവിലെ എന്താ കഴിച്ച്? അല്ലെ പുട്ടും ചെമ്മീൻ കറി. എന്താണ്? പുട്ടും ചെമ്മീൻ കറി. പുട്ടും ചെമ്മീൻ കറിയും അത് കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം. ഭയങ്കര കോമ്പിനേഷൻ. എടാ ചെമ്മീൻ കറി കഴിച്ചിട്ട് നാരങ്ങ വെള്ളം കഴിച്ച് ഇന്നാൾ ആലപ്പുഴയിൽ 2 പേര് സ്പോട്ടിൽ മരിച്ചു. നാരങ്ങളും നാരങ്ങളും വേണ്ട. നല്ലതടാ. അല്ല വേണ്ടെണ്ണ. കുടിച്ചോടെ വേണ്ടെണ്ണ. സുഖു. അല്ല എന്താണ് ഞാനൊരു സത്യം പറയല്ലേ പറഞ്ഞ. ഇനിയിപ്പോൾ എന്തായാലും അത് കളയണ്ട. സത്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കൂല. ഇനിയിപ്പോൾ ഞാൻ ചെമ്മീൻ കഴിച്ചിട്ടില്ല. രാവിലെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ. അല്ലല്ല, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല അങ്ങനെയൊന്നുമില്ല. അണ്ണാ അത് പോട്ടെ, നമുക്ക് സർബത്ത്. സർബത്ത് ബെസ്റ്റ് സർബത്താണ്. അത് പറയണ്ടേ. സർബത്ത് എന്ന് പറഞ്ഞ സാധനം അത് വേറെ സെറ്റപ്പാണ്. നറുനണ്ടിയൊക്കെ ഇടട്ടാടേ. ആരോഗ്യ വാർത്തകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെയായി യുവാക്കളിൽ സർബത്ത് കുടിക്കുന്നവർക്ക് ഹൃദ്രോഗം കണ്ടുവരുന്നു. സർബത്ത് റെഡി. അയ്യോ എനിക്ക് സർബത്ത് വേണ്ട. അല്ല സർബത്ത് വേണ്ടെണ്ണ വേണ്ട. കുടിയുടെ നല്ലതാടാ. അല്ലെണ്ണ വേണ്ടെണ്ണ കൊള്ളൂല. നീ വീണ്ടും എന്നെ ദ്രോഹിക്കാനുള്ള പരിപാടിയാണ് അല്ലേടേ? അയ്യോ ഞാൻ പത്രത്തിലുള്ള ഒരു സത്യാവസ്ഥ വായിച്ചതാണ്. സത്യമായിട്ട് സംശയം ഇത് വായിച്ചു. എനിക്ക് വായിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇനി സർബത്ത് തോന്നി സർബത്ത് ഞാൻ കുടിക്കാം. വേണ്ട, വേറെ ആരെങ്കിലും വരുമ്പോ ഞാൻ കൊടുത്തോളാം. അവിടെ വെള്ളം എനിക്ക് വെള്ളം തൽക്കാലത്തിന് തണുത്ത ചൂട് വെള്ളം വലിയ ഉപകാരമാണ്. വേണ്ട വെച്ചോടെ 50 രൂപ. 20 കിലോ വെള്ളത്തിന് 50 രൂപ. നേരത്തെ തന്നെ കുറെ തേച്ചേണ്ടത് അങ്ങനെ. എന്തൊരു അളിയാ തോന്നുന്നെ അളിയാ. പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പത്രത്തിൽ വിശേഷം എന്തായാലും നീ വായിച്ചറിയാൻ പറ്റും. ഭാര്യ അളിയ വേറൊന്നല്ലേ ഒരു ലോട്ടറി എടുത്തളിയാ. ലോട്ടറി എടുത്താ? എത്ര ലക്ഷം? അളിയ 50 ലക്ഷത്തിന്റെ ലോട്ടറിയാണ്. 50 ലക്ഷം ലോട്ടറി. ഇത് അടിച്ചിട്ട് വേണം എന്റെ ഭാര്യയുടെ അച്ഛൻ, എന്റെ അമ്മായിയപ്പൻ, അവന് ഒരു 25 ലക്ഷം. 25 കൊടുക്കാൻ പറ്റില്ല, ഒരു 20 ലക്ഷം രൂപ അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ മുഖത്തടിക്കുക. നേരത്തെ കടം മേടിച്ചല്ലേ? ഓ കടം മേടിച്ചു. എന്തൊരു ചീത്ത വിളി. ഇത് കണ്ട 2 പെൺകുട്ടികളുണ്ട്, പാവം. വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് കടയിട്ട് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവനും ചെയ്തോളൂ. അണ്ണ എനിക്കറിയാം അണ്ണനെ എനിക്കറിയാം. എനിക്ക് എത്ര കാലം കൊണ്ട് എനിക്ക് അണ്ണനെ അടിച്ചിട്ട് അണ്ണന് ഞാൻ 10 ലക്ഷം രൂപ. എനിക്കോ 10 ലക്ഷം രൂപ. ഒരു 10 ലക്ഷം രൂപ. കോൾ അടിച്ച് അപ്പൊ നിങ്ങൾ വലിയ മറ്റാരായി. നമ്മള് ആരുമല്ല. നീ ചങ്കല്ലേ അളിയന് ഞാനൊരു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ എനിക്ക് പറഞ്ഞ വാക്ക് എന്റെ സ്വഭാവം. ഞാൻ തറവാടിയാണ്. ഞാൻ പറഞ്ഞ വാക്ക് 10 ലക്ഷം. 10 ലക്ഷം രൂപ തരും. ഈ ലോട്ടറി എവിടെ നടത്തത്? അയ്യോ അതാ വളവിലുള്ള അമ്മച്ചിര മറ്റേ ഓലപ്പുറയുള്ള വീട്ടിൽ പാവപ്പെട്ട കേസ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലളിയാ. ഈ എന്തെങ്കിലും കൊടുക്കോ നീ അവർക്ക് ഇതിന് അടിച്ചു കഴിഞ്ഞാൽ? അളിയ 5 ലക്ഷം രൂപ പറഞ്ഞാ കൊടുക്കണം. ചുമ്മാ തറവാട്ടി പറഞ്ഞവനാണല്ലേ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. നിനക്കറിഞ്ഞൂടെ എന്നെ? ചെയ്യും കൊടുക്കും. 5 ലക്ഷം രൂപ സഹായമല്ലേ? 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ ഇപ്പൊ എത്ര കിട്ടും? അളിയാടാ അത് ടാക്സും പിടുത്തം എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 30-35 ലക്ഷം രൂപ കിട്ടും. 30 ലക്ഷം രൂപ. എന്തായാലും ഒരു 20 ലക്ഷം രൂപ അത് അങ്ങനെ മോന്തയിൽ വലിച്ചെറിയും. 10 ലക്ഷം രൂപ നിനക്ക് തരാന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ എനിക്ക് തരാന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ നീ അവരെ കൊടുക്കും. അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു 45 ലക്ഷം രൂപ. 45 ലക്ഷമായി ആയില്ലേ? അപ്പൊ 35 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ബാക്കി 10 ലക്ഷം ഉണ്ടല്ലോ. ബാക്കി 10 ലക്ഷം 10 10 ലക്ഷത്തിന്റെ കാര്യം പറയടാ. എങ്ങനെയാ 10 ലക്ഷത്തിന്റെ കാര്യം? അതിപ്പോ ഒരു 10 ലക്ഷം രൂപ ഉണ്ടല്ലേ. ഇപ്പം ഒരു കാര്യം ചെയ്യാം. എന്റെ ഭാര്യയിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ചെന്ന് കാല് പിടിച്ചാലേ വൈകുന്നേരമെങ്കിലും കിട്ടുള്ളൂ. പോ. ശരിയാണ് അല്ലെ എന്തായാലും ഇനിയിപ്പം അത് 10 ലക്ഷം രൂപ വാക്ക് മാറല്ലേ? തരാന്ന് പറഞ്ഞാൽ തരണം. അല്ലേ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. പൈസ എടുത്തെറിയുമ്പോ നോക്കി അറിയണേ കളവന്റെ മോന്തയില്. വല്ലാത്ത കാലാവസ്ഥ. ഇവനൊക്കെ ആടാ, ഇവനൊക്കെ എവിടെ നിന്നാ പറഞ്ഞത്? ഭയങ്കര ചൂട് തന്നെ കേട്ടേ.
ഞാൻ അതാ പറഞ്ഞു ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല. നീ എവിടെ പോണെ? എവിടെ പോണെ? നില 2 മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതൊരു ആശ്വാസമാണ്. ആ കൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സഹായം ചെയ്യുന്നുണ്ട്, നല്ല കാറ്റ് കിട്ടും. അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്നുണ്ട് സ്ഥിരം പരിപാടി അല്ലേ? പിന്നല്ല കാറ്റ് കൊള്ളാനല്ലേ അതുകൊണ്ട് ചെയ്യണം. എന്തിനു വെറുതെ ഫാൻ വാങ്ങിച്ച് പൈസ കളയണത്? ഞാൻ ഈ ഇടയായിട്ട് ഒരു കാര്യം ആലോചിക്കും. ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നേരത്തെ അവര് കുറച്ച് കൃഷി ചെയ്താലും ഒന്ന് ആലോചിക്കും. നല്ല കാര്യം. നിനക്ക് ആകുമ്പോൾ ഒരു 10-30 സെന്റ് സ്ഥലം കിടക്കുക. അതെ. അവിടെ നിനക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് കൂടി? അതെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരു ലോൺ എടുത്തു. ലോൺ എടുക്കും? ലോൺ എടുത്തു. വാഴ കൃഷി അതാ? അല്ല ഞാൻ ഒരു വീട് വെക്കാൻ പോകണം. അവിടെ മണ്ണൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒരു കീടിലെ 2 ഇല വീട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ജൈവ കൃഷി. നിന്നെ എന്റെ എന്താ പറയണ്ട, നിന്നെ ഒന്ന് പോടാ എണീറ്റ് രാവിലെ അവിടെ ആരും വരും. ഹലോ, ഓ ഈ കടയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ടോന്ന്? ലൈസൻസ് ഉണ്ട്. ഉണ്ട്. ഈ വഴിയോര കച്ചവട ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അതില്ല. അതില്ല. നീ ആര്? എടേ വാസു, ഇതൊക്കെ ചോദിക്കുക എവാരടേ? ഇതൊക്കെ ചോദിക്കുക എവാര്? കുറെ നേരത്തെ ഞാൻ ശ്രദ്ധിക്കും. ഉമ്മന്നൊന്ന് മൂള്. സത്യം നീ ഇവിടെ ഒന്ന് ലൈസൻസ് ചോദിക്കാം. നീ ആളാ? ഞാൻ ഇവിടെ എടാ എന്നാ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. അറിയാമോ? ചുമ്മാ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കരുത്. നീ ആദ്യം പറ. നീ ആരെന്ന് പറ. പിന്നല്ലാതെ പിന്നെ ഞാൻ വിജിലൻസ്. ആര്? ഞാൻ വിജിലൻസ്. അല്ല ഞാൻ അറിയാതെ ആളറിയാതെ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പാവമാണ്. ഒരു കാര്യം അല്ല, മനസ്സിലായി. ഇരുന്ന് സംസാരിക്കുക. സാറിനെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ ഇരുന്ന് സംസാരിക്കുക. അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആഹാര സാധനങ്ങളിൽ നമ്മളുടെ കണ്ണ് ദൃഷ്ടിപ്പെടാത്ത, നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ സൂക്ഷ്മാണുക്കളായ അണുക്കളുണ്ട്. നമുക്കത് കാണാൻ കഴിയില്ല. നമ്മൾ നിസ്സാരം ഒരു സർബത്ത് കുടിക്കുന്നു, അതിനകത്ത് വളരെ സൂക്ഷ്മാണുക്കളായ അണുക്കളുണ്ട്. നമുക്ക് പനി പരുത്തുന്ന ചെറിയ ചെറിയ കൊതുകളുണ്ടല്ലോ, അത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സാർ പറഞ്ഞേക്ക് നമുക്ക് ഏകദേശം മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് ഈ ലെൻസ്. ഈ ലെൻസ് വെച്ചിട്ട് നമ്മൾ ആഹാര സാധനങ്ങളിൽ ഇങ്ങനെ നോക്കുമ്പോ ചെറിയ ചെറിയ കീടാണുക്കളൊക്കെ കാണാൻ പറ്റും, കൊതുകിനെ കാണാൻ പറ്റും, ഈച്ചയെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? നീ എവിടെ നിന്ന് പറഞ്ഞ? നീ എവിടെ നിന്ന് പറഞ്ഞ? വിജിലൻസ്. നിനക്ക് വല്ലതും ചെയ്യാണ്ട. ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ മിച്ചം കിട്ടത്തില്ല. സത്യം ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല. ഞാൻ കള്ളം പറഞ്ഞില്ല. നീ വിജിലൻസ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ വിജിലൻസ് പറഞ്ഞു. എന്റെ കമ്പനിയുടെ പേര് വിജി. ഞാൻ വിൽക്കണ ഐറ്റം ലെൻസ്. വിജിലൻസ്. എടുക്കാൻ വേണ്ടിട്ട് ഹലോ, തലയിൽ പേനിന്റെ പ്രോബ്ലം ഉണ്ട്. ഓ, തലയടിക്കുന്നില്ലേ? എന്റെ ഒരു മരുന്നുണ്ട്, അത് കയ്യിലോട്ട് ഒഴിച്ച് ഇങ്ങനെ പതുക്കെ പതപ്പിച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് തലയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേനും. അപ്പൊ പേന് ഉറങ്ങുന്ന മരുന്നാണ് നീ കൊണ്ടുവന്നത്? അതെ. അപ്പൊ പേനിന് ഉറങ്ങേണ്ട ടൈമൊക്കെ നിനക്കറിയാം. മൊത്തം പറ്റിപ്പ് കേസാണ്. ഇവനെ പറഞ്ഞു പറ്റിപ്പല്ല. ഞാൻ ഈ കുറച്ച് പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. 8 പിള്ളേരുണ്ട് എനിക്ക്. 8 പിള്ളേര്. 8 പിള്ളേര്. എടാ, ഈ നമ്മളെ ഈ ടിവിയിലൊക്കെ കാണിക്കുന്നില്ലേ, പോന്നെ ബാബു നീ വരൂ കുടുംബാശ്രമത്തിൽ പങ്കുചേരൂ എന്നൊക്കെ പറയുന്ന ആ പരസ്യം നീ കാണാറില്ലേ? കാണാറുണ്ട്. എന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നിട്ട് നീ താഴെ എഴുതി കാണിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലൊന്നും വിളിച്ചിട്ടില്ലേ? അങ്ങനെ വിളിച്ച് സെറ്റ് ആയല്ലേ ആ പെണ്ണിനെ അടിച്ചോണ്ട് ഞാനിങ്ങി പോകുന്നത്. 8 പിള്ളേരും ഞാനും. അപ്പൊ അവിടെ കോൾ എടുത്തോണ്ടിരുന്ന പുള്ളിയാണ് ഇപ്പൊ നിന്റെ ഭാര്യ. മനസ്സിലായി. പറയാനൊന്നുമില്ല. 8 പിള്ളേരില്ലേ? നീ പോയിട്ട് നീ ഒരു അംഗൻവാടി അങ്ങ് ആരംഭിക്കണം. 8 പിള്ളേർ നിന്റെ വീട്ടിലുണ്ട്. പിന്നെ നിന്റെ വീട്ടിന്റെ അടുത്തൊക്കെ ഇത് അറിഞ്ഞും കേട്ടൊക്കെ കുറച്ച് പിള്ളേരെ കൊണ്ടാക്കും. ഏകദേശം നിനക്കൊരു വരുമാന മാർഗവും ഇതേപോലത്തെ പറ്റിപ്പ് സാധനങ്ങളൊന്നും കൊണ്ടെടുത്തോണ്ട് നടക്കാതെ ജീവിക്കാൻ നോക്കട്ടെ. ഹലോ ഹലോ ആ ചേട്ടാ, എവിടാ? മോളെ, ഞാൻ ഇവിടെ അടുത്തുണ്ടടി, ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട്. ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഒരു മിനിറ്റ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചെന്നാലേ കഴിക്കൂ. പറയാടി, എന്തോ മീനടി? അത് എന്നെ ചോദ്യേട്ടാ. നത്തോലി തന്നെ.
വലിയ നെമ്മീന് വാങ്ങി പൊരിച്ചു വെച്ചിട്ട് 2 കഷ്ണം എനിക്ക്. ഓ. നീ മക്കളെ കഴിച്ചാ? ഞാനും പിള്ളേരും കഴിച്ചു. ആ. പിന്നെ ഒരു കാര്യം, പറഞ്ഞോ. ഇവിടെ 2 കഷ്ണം മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ആ. അതിൽ ഒന്നേ കൂടുതൽ നിങ്ങൾ എടുത്താ ആ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് പോലെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കിയാ ഇല്ല. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കും. പറഞ്ഞ കേട്ടല്ലോ. എന്നാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ ഫോൺ വെക്കുവാ. ശരി. ഇപ്പഴാ സത്യമായിട്ട് കോട്ടാണ് കാണാ ഞാൻ ചെന്നാലും ഒന്നുമില്ല. കണ്ടുപാടി ഭാര്യ കണ്ടുപിടിക്കേ എന്തോന്ന് കണ്ടുപിടിക്കേ? എടാ അവ സ്പീക്കർ ഫോണിലല്ല എത്ര സംശയം എവിടത്തെ മണ്ടനടാ വാങ്ങി വിജിലൻസും കൊണ്ട് നടക്കണം. ഫോൺ കട്ട് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 10 ഉമ്മ കൊടുക്കുന്നത്. കാലം വലിയ തടിയും വെച്ച് മുയൽ ഫോണും കൊണ്ട് വിജിലൻസും കൊണ്ട് പറ്റിക്കാൻ നടക്കണ മനുഷ്യനെ പോയി ചത്തോളാ നാണം കെട്ടവനെ. ആണുങ്ങളെ വില കളയാൻ വേണ്ടി. എടാ പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. ഫോൺ വിളിച്ചിട്ട് എടാ ഞാൻ ഒരെണ്ണത്തിനെ വീട്ടിൽ വിവാഹം കഴിച്ചോണ്ടിരുത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിയാൽ മതി, അറിയാമോ? ഇതുവരെയൊക്കെ എന്തിനാ പല ആറ്റിലോ കുളത്തിലൊക്കെ ചട്ടുകളാ പെണ്ണുങ്ങളെ പേടിക്കണം. എടാ പെണ്ണെന്ന് പറഞ്ഞാൽ ആണായിരിക്കണം വലുത്. നമ്മളെ കീഴിൽ നിൽക്കണം. നിന്റെ ഭാര്യ അവളായിരുന്നു ഞാൻ കാലാൽ തൂക്കിയെടുത്ത് തറ അടിച്ചേ. ഇവനൊക്കെ കഷ്ടം പിടിക്കാൻ വേണ്ടി. ഓ അരി മണണി വാങ്ങാൻ പോയി നിങ്ങൾ ഇവിടെ വന്നിരിക്കാണല്ലേ? നിങ്ങളെ ഞാൻ ഇന്ന് ഇതാണ് വാസു. യെസ്, അങ്ങനെ ഒരു നല്ല സ്കിറ്റ് കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. നമ്മൾ ആ സർബത്ത് കടയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും അവിടെ കടയുടെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കറക്റ്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും അവരവരുടെ വേഷങ്ങൾ ഭംഗിയാക്കി. സുജേടാ, ഇവരൊക്കെ പക്ക ലൈവ് ആർട്ടിസ്റ്റുകളല്ലേ. ഒരു ചെറിയ ത്രെഡ് കിട്ടിയാൽ മതി, ഇവരൊക്കെ ഭംഗിയായിട്ട് ചെയ്തോളൂ. അതെ, അരുണാണെങ്കിലും സജിയാണെങ്കിലും വാവയാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. സൂപ്പർ സ്കിറ്റ്. നെൽസേട്ടാ, അടിപൊളി സ്കിറ്റായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് ബോംബെയിലൊക്കെ കറങ്ങുന്ന പാർട്ടികളാണ്. ഇതായിരിക്കുന്ന ആ തടിയൻ ഒരു പ്രാവശ്യം എന്നെ ട്രിപ്പിന് കൊണ്ടുപോയായിരുന്നു. പിന്നെ ട്രിപ്പിന് കൊണ്ടുവന്ന് കുറേ പറഞ്ഞു. അതെല്ലാം പിന്നീട് ക്യാൻസലായി എന്ന് ആ പറഞ്ഞു. ഒറ്റ പരിപാടിയോടെ അത് പുള്ളിക്ക് മതിയായി, അതുകൊണ്ടായിരിക്കും. ഫസ്റ്റ് പോയില്ലേ അതോടുകൂടി വേണ്ടെന്ന് വെച്ചു. അതല്ല, അത്രയും മെച്ചമായിട്ട് പിന്നെ ഉള്ളൊരു പരിപാടി കിട്ടിക്കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അല്ലേ മോനെ? അതെ അതെ കൊണ്ടുപോകണം. അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ. അതെ, പിന്നെ നിനക്കൊന്നും പറയാതെ പേയ്മെന്റ് കൊടുക്കും. ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വെച്ച് തകർക്കുന്ന പാർട്ടിയാണ്. രണ്ടുപേരും എനിക്ക് നേരത്തെ അറിയാവുന്ന രണ്ടുപേരും അടിപൊളിയായിട്ട് അവർ പറഞ്ഞ പോലെ അവരവരുടെ ക്യാരക്ടറുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. നമുക്കത് നല്ലൊരു രസിക്കുകയും ചെയ്തു, നമ്മൾ ഒരുപാട് ചിരിക്കുകയും ചെയ്തു. ഗുഡ്, അടിപൊളി. ഓഡിയൻസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റാർസ് കൊടുക്കാം നമുക്ക് ഇവർക്ക്? 4, 3, 4, 3, 4. യെസ്, 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ പെർഫോമൻസിന് ഓഡിയൻസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സമ്മാനങ്ങൾ നമുക്ക് കൊടുക്കാം. നെൽസേട്ടാ, അനുസരിച്ചേട്ടാ. അടുത്തതായിട്ടൊരു 1 man ഷോ ആണ്. 1 man ഷോയുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു സന്തോഷ് കലഞ്ഞൂർ. സന്തോഷ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഈ ഒറിജിനൽ രൂപത്തിൽ വല്ലപ്പോഴേ കാണാറുള്ളൂ. അതെ, ക്യാരക്ടറായിട്ടാണ് കൂടുതലും നമ്മളിവിടെ കാണാറുള്ളത്. മുണ്ടൊക്കെ മടക്കി കുത്തി ആ ഒരു കയ്യിൽ കൊടുത്ത രൂപമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരാം. അതെ, ഇവിടെ വന്നപ്പോൾ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ല, പാൻറ്റിടാൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല സെഗ്മെന്റും വേറെയാണല്ലോ. അതെ, അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയിലെ കാക്ക തൂറി എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് മലയാളി മനസ്സിലേക്ക് ഇടം നേടിയ ആ വലിയ ആൾ അറിയാലോ, ജഗദീഷ് ചേട്ടൻ. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ പഴയ ആദ്യകാലത്തെ ആ ഒരു ശബ്ദം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എന്റെ കാര്യം കുട്ടിക്ക് അറിയില്ലല്ലോ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന അമ്മ, പുര നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന 4 സഹോദരിമാർ, ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം കഴിയാൻ. ഇതിലുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. പക്ക, ഒന്നും കുറയ്ക്കാനും ഇല്ല, ഒന്നും കൂട്ടാനും ഇല്ല. പെർഫെക്റ്റ്. അപ്പോൾ
ഇതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം വേറൊരു ചാനലില് വേറൊരു കോമഡി ഷോയുടെ ജഡ്ജാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ വിളിച്ചാൽ ആ. അദ്ദേഹം ഈ സംസാരിച്ച് ഇങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ ആവേശം മൂത്ത് എവിടെങ്കിലുമൊക്കെ പോയി ഇടിച്ച് കയറി കളയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭാഷണമാണ് പുള്ളിയുടെ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളൊരു പൊതുവേദിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു ശബ്ദ വ്യത്യാസം. കാര്യം ഞാൻ ഈ കോമഡി മസാലയിലേക്കാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കൂടത്തെ കുറിച്ചാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് പഴയ ആശാൻ പള്ളിക്കൂടങ്ങൾ യോജിച്ചു പോകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിലും ഇത്തരം ആശാൻ പള്ളിക്കൂടങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് അവ പൊളിച്ച് കളയുന്നതിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്താനുള്ളത്. സംസാരിച്ച് കയറിയപ്പോ കൈവിട്ടു പോയി. അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ജഗദീഷേട്ടനെ പ്രസിദ്ധിക്ക് നമുക്ക് മലയാളത്തിലൊരു നടിയുടെ ശബ്ദം കേൾക്കാം. നമ്മുടെ നന്ദനം എന്ന ചിത്രത്തിലൂടെ നമുക്കേറെ സുപരിചിതയായ ബാലാമണി. നവ്യ നായർ. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ഓടി കോമഡി മസാലയിലേക്കാണ് വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റാർ ചെയ്യിപ്പിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കെടാണ്ട് ഈ മുഖം ഇങ്ങനെ തിരിച്ചു തന്നതല്ലേ? എന്നെ ഇരട്ടിലാക്കിയിട്ടും വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. ചേട്ടാ, ഞാൻ പറഞ്ഞു, ഞാനേ പറഞ്ഞുള്ളൂ, എനിക്ക് പറയാൻ പറ്റിയുള്ളൂ. മാത്രയുടെ ശബ്ദം. അടിപൊളി. ഇതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മറ്റൊരു താരമാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ. അപ്പോൾ മുകേഷ് ഏട്ടൻ ഇവിടെ വന്നാൽ നമ്മൾ സഹിതമായിട്ട് സംസാരിച്ചാൽ ഉണ്ടാവും. അപ്പോൾ നോക്കാം. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറയടേ. ആണല്ലേ? അളിയൻ ഇപ്പോഴും ആ പറ്റ പരിപാടിയൊക്കെ ഉണ്ടോടെ? കാണാനും നല്ല ഗ്ലാമർ ഉണ്ട്. ചുമന്ന ഷർട്ടേ, നമ്മുടെ പഴയ കൂട്ടാനും മായൻകുട്ടിയൊക്കെ അറിയാവൂടെ? അറിയില്ലേ? എന്തോന്നടേ ഇവൻ? ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ വളരെ സെൻറ്റിയായിട്ട് ഉള്ളൊരു ഡയലോഗാണ് നമ്മുടെ റാംജിറോ സ്പീക്കിംഗ് എന്ന സിനിമയിൽ. അപ്പോൾ അത് ഈ സെൻറ്റി അധികം മിമിക്രിക്കാർ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു സീൻ ഒന്ന് നോക്കാം. ബാലകൃഷ്ണ, ആ കാറിലിരിക്കുന്നത് എൻ്റെ അമ്മ തന്നെയാടാ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എൻ്റെ അമ്മയെ കണ്ണീച്ചോരിയില്ലാതെ പറ്റിക്കുക. മകന് കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി, മാസം പണം അയക്കുന്നു, വിമാനത്തിൽ വരുന്നു, അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. പിന്നെ ഞാൻ എന്ത് പറയണം മത്തായിച്ച? എനിക്ക് ജോലിയില്ലെന്ന് പറയണോ? 3 നേരം പട്ടിണിയാണെന്ന് പറയണോ? ബാലകൃഷ്ണ, ഇന്ന് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഹൃദ്രോഗിയായി എൻ്റെ അമ്മ പിടഞ്ഞു മരിച്ചേനെ. നന്ദിയുണ്ട് ബാലകൃഷ്ണ, നന്ദിയുണ്ട്. അല്ലെ തന്നെ സന്തോഷേട്ടൻ മുകേഷ് ഏട്ടന്റെ കാര്യത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലേ? അതെ, തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തനാപുരത്തിന്റെ പ്രിയപ്പെട്ട MLA-യും സിനിമാ നടനും ഒക്കെ ആയ ഗണേശ് ഏട്ടൻ. ബാസുര ചേച്ചി, ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഉണ്ണിത്താൻ ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ മാടമ്പള്ളി മേടെ വെച്ചൊന്ന് ബോറടിച്ചതാ. ബോറടി ഉണ്ടെങ്കിൽ കോമഡി മസാല കാണാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. കുഴപ്പമൊന്നുമില്ല, വീണ്ടും കാണിച്ചു. ഇപ്പൊ സ്ട്രോങ്. അടിപൊളി, സൂപ്പർ. ഇനി അവസാനമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി കാവ്യ മാധവൻ. ഓക്കെ. എന്തോരാൾക്കാരാ ഇവിടെ. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആരൊക്കെയാ ഇരിക്കണത്? നെൽസൺ ചേട്ടൻ, സുധി ചേട്ടൻ, സത്യം പറഞ്ഞ ഗ്ലാമറാണ് കേട്ടാ. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കണ അവതാരിക ഒരു രക്ഷയില്ല കേട്ടാ. ഞാനൊക്കെ വെറും വേസ്റ്റുകളായി പോവും. എന്തൊക്കെയായാലും കോമഡി മസാല എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. പൊളിച്ചടുക്കി. താങ്ക് യു. അഭിപ്രായം ഇനി കേൾക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പുള്ളിക്കൊരു സന്തോഷത്തിന് അഭിപ്രായം അല്ല, അത് കോൺഫിഡൻസ് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലേ? അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. വർഷങ്ങളായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് അല്ലേ മുകേഷ് ചേട്ടന്റെ മെയിൻ ഒന്നുമില്ലാന്നല്ല, ഇനി ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു, അടിപൊളി സന്തോഷം, എല്ലാം പെർഫെക്റ്റ് പക്ക. ഈ കോമഡി മസാലയുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.
തകർത്തു അടിച്ചു പൊളിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം നേരത്തെ അറിയാം. അതെ, സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചത് കൂടുതലായിട്ട് അഭിപ്രായം പറയണ്ട. അറിയേണ്ട കാര്യമുണ്ടോ എന്ന്. അടിപൊളി, വന്നതിൽ സന്തോഷം. താങ്ക് യു. അപ്പൊ നല്ലൊരു കൈയടി കൂടെ. താങ്ക് യു കേട്ടോ. ആ കറക്റ്റ് എത്തിയല്ല. കറക്റ്റ് ടൈമിൽ എത്തിയ ആള്. ആരാ ഇത്? അത് നമ്മളെ വെടിക്കെട്ട് വേലായുധൻ. ആ, നമ്മുടെ ഈ 100ാമത്തെ എപ്പിസോഡ് വരെയല്ലേ നമ്മുടെ കോമഡി മസാല. അതെ, അതെ. അപ്പൊ അതൊന്ന് കുറച്ചൊന്ന് കൊഴുപ്പിക്കാനാണോ? കൊഴിപ്പിക്കാനായിട്ട് ആഹാ. സംഭവമൊക്കെ ഒന്ന് ഇച്ചിരി അടിപൊളിയാക്കാൻ വേണ്ടി കൊള്ളാം കൊള്ളാം. നമ്മൾ വിളിച്ചാണ്. ഭയങ്കര പ്രശസ്തനാണ് കേട്ടോ. ആണോ? ഭയങ്കര സംഭവമാണ്. ആ, ഞാൻ ആദ്യമായിട്ട് കാണാം. വെടിക്കെട്ട് വേലായുധൻ. വെടിക്കെട്ട് വേലായുധൻ. പിന്നെ അളിയ അടിപൊളി ആയിരിക്കണം കേട്ടോ, സൂപ്പർ ആയിരിക്കണേ. അല്ല സാറേ, നിങ്ങൾ വിളിച്ച കാര്യം ശരിയാണ്. എന്നെ കൂടുതൽ പരിക്കൊന്നും വേണ്ട കേട്ടോ. അതെനിക്കറിയാം, പണി എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യത്തെ വെടി എനിക്ക് തന്നെ. അല്ലാതെ നമ്മള് ഒരു പണി ചെയ്യാൻ ഇറങ്ങിയാൽ ആ പണി നന്നാക്കണം എന്നുള്ളത് പണിക്കാരൻ അറിയത്തില്ലേ? നമ്മുടെ ഉത്തരവാദിത്തം അത് സാറിന്റെ സപ്പോർട്ടൊന്നും വേണ്ട. അതിന് സാറിന്റെ സപ്പോർട്ട് വേണ്ടാന്നേ. അത് ഞങ്ങൾക്ക് അറിയാം ചെയ്യാൻ. നിനക്ക് കിട്ടിയല്ലോ. സപ്പോർട്ട് പറയാൻ വന്നേക്കും. ഇതെനിക്കറിയത്തില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇയാള് ശരിയാവും തോന്നണോ? വന്ന് കേറി ഉടനെ ഉടക്കാണ്. ഇങ്ങനെയുള്ള ആളാണ് ആ, ഇയാളെയാണോ? പടക്കത്തിന്റെ പണിയല്ലേ എനിക്ക്. ഞാൻ പൊട്ടിത്തെറിക്കുന്നതിന് എന്താണ് തെറ്റ്? അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഓ, ഞാൻ നോർമലി സംസാരിക്കുന്ന, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതല്ല അത്. അത് അദ്ദേഹം അങ്ങനെ നിസ്സാരനൊന്നുമല്ല കേട്ടോ. അതാണ് സ്വന്തം ഭാര്യയെ ആദ്യമായിട്ട് വെടിക്കെട്ട് ഫീൽഡിലേക്ക് ഇറക്കിയ മനുഷ്യനാണ്. കേരളത്തിൽ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ധൈര്യോ? സത്യമാണ്. എന്റെ ഭാര്യയെ ഞാൻ വെടിക്കെട്ട് ഫീൽഡ് ഇറക്കി. പക്ഷേ ഇപ്പൊ ഞാൻ നിർത്തി. ആ പരിപാടി നിർത്തി. എന്താണ്? ഞാൻ വെടിക്കെട്ട് ജോലിയാണല്ലോ എനിക്ക്. അപ്പൊ ഞാൻ ഈ പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാരും വെടിക്കെട്ട് വേലായുധ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഫീൽഡിൽ ഇറക്കിയപ്പോഴത്തേക്ക് ചില ആൾക്കാർ വെടിക്കെട്ട് ശാന്തേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അതങ്ങ് നിർത്തി. തന്നെയല്ല, ഇവിടെ നമുക്ക് പണിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളെ കൊണ്ടുപോകുന്നിടത്തെല്ലാം എന്റെ പ്രോഗ്രാം ചീറ്റുകയാണ്. ചീറ്റുകയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കമ്പം നടത്തുകയാണ്. ഇവിടെ അതിന്റെ കീഴിൽ വന്നുകൊണ്ട് കലവില കുടുംബത്തിലെ പെണ്ണുങ്ങൾ കിടന്ന് അലയ്ക്കുന്ന പോലെ കിടന്ന് അലയ്ക്കും. അപ്പൊ കമ്പത്തിന്റെ ശബ്ദം കേൾക്കാം. ഇവിടെ സൗണ്ടും കൊണ്ട് ഈ കമ്പത്തിന്റെ ശബ്ദം കേൾക്കത്തില്ല. അങ്ങനെ അവളെ ഇപ്പൊ കൊണ്ടുപോകത്തില്ല, പരിപാടിക്ക് കൊണ്ടുപോകുന്നില്ല. നന്നായി. ഇപ്പൊ അവള് പിണങ്ങിയ വീട്ടിൽ പോയേക്കാണ്. വീട്ടിൽ പോയാ? അവള് പിണങ്ങി അങ്ങ് വീട്ടിൽ പോയി. അതിനെ പറ്റി ഞാൻ ഇവിടെ പേരിൽ ഒരു ഗുണ്ടിറക്കി. ഏത് ഗുണ്ട്? ഗുണ്ട് ശാന്ത. അല്ല, നിങ്ങൾ ഒരു കാര്യം അങ്ങനെ നിങ്ങളെ വൈഫിനെ അങ്ങനെ കുറ്റം പറയരുത്. നിങ്ങളെ വൈഫ് തന്നെ നിങ്ങളെ മകനെ നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീയാണ്. ആര് പറഞ്ഞാ നൊന്ത് പ്രസവിച്ചെന്ന്? നൊന്ത് പ്രസവിച്ചല്ല. പിന്നെ അവൾക്ക് സുഖപ്രസവമായിരുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. നൊന്ത് പ്രസവിച്ചിട്ടില്ല. മോന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ്. വെടിക്കെട്ടല്ല, ഈ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയിൽ 8 നില പൊട്ടി. ഞാൻ 6 നില വരെ പൊട്ടിക്കാറുള്ളൂ. ഇവൻ 8 നിലയും പൊട്ടിച്ചു. അപ്പൊ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ? അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പം. കഴിഞ്ഞ ദിവസമാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത്. എന്റെ നെൽസൺ സാറേ, മെനകെട്ട പരിപാടികളായിരുന്നു കാണിക്കുന്നത്. നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം കരിമരുന്നെടുത്ത് ഉമിക്കരിയാന്നും പറഞ്ഞ് പല്ല് തേച്ചു. എന്നിട്ട് വാകഴുകാതെ പോയി ബീഡി വലിച്ചു. പിന്നെ പറയേണ്ട കാര്യമുണ്ട്. അച്ഛൻ ഇപ്പൊ 16 വായാണ്. 16 വാ. എന്നാലും വീടി വലി നിർത്തി കാണുമല്ലോ. എവിടെ വീടി വലി നിർത്തിയെന്ന് അങ്ങോട്ടൊന്ന് വന്ന് നോക്കണം. നമ്മൾ ഈ പുട്ടുകടയിൽ പോകാറില്ലേ? പുട്ടുകടയിൽ സ്പെഷ്യൽ അവിടെ ഒരുപാട് കുറ്റികളുണ്ടല്ലോ. പുട്ടുകുറ്റി അതിന് എവിടുന്നൊക്കെയാണ് ആവി വരുന്നത് പറയുന്നത്. അച്ഛന്റെ തലയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വീടിയുടെ പുക വരുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലെ ഒരു വർണ്ണമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ഈ നമ്മുടെ 100ാമത്തെ എപ്പിസോഡിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണം. വെറൈറ്റി ഉണ്ടല്ലോ. വെറൈറ്റി സംഭവങ്ങളല്ലാതെ നമുക്ക് ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റും. വെറൈറ്റി സംഭവങ്ങൾ കുറെ രാഷ്ട്രീയ ഗുണ്ടുകളുണ്ട്. അതായത് CM ഗുണ്ട്, PM ഗുണ്ട്. PM എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഗുണ്ട്. പിന്നെ തിരുവഞ്ചൂർ ഗുണ്ട്. CM ഗുണ്ട് എന്താണ്? CM ഗുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ അത് എന്ന് ഊരിപ്പിടിച്ച കത്തിയുടെ ഇടയിൽ കിടന്നേ പൊട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ ഗുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കത്തിച്ചാൽ അത് ഏത് ഭൂഖണ്ഡത്തിലാണ് പോയി പൊട്ടുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. തിരുവഞ്ചൂർ ഗുണ്ടാണ് നല്ല ഗുണ്ട്. സത്യം, അതാണ് രസം. നമ്മളിപ്പോ തിരുവഞ്ചൂർ ഗുണ്ട് കത്തിച്ചു പറഞ്ഞിങ്ങനെ പറഞ്ഞ് പോയിട്ട് മേളിൽ ചെന്നിട്ട് പ്ലേ എന്നും പറഞ്ഞു പൊട്ടി.
സാധാരണ വെടി ഇങ്ങനെ നമ്മള് ഠേ എന്ന് പറഞ്ഞിട്ടല്ലേ പൊട്ടുന്നത്? ഠേ എന്ന് പറഞ്ഞല്ലേ പൊട്ടുന്നത്. എന്താ പ്ലേ എന്ന് പറഞ്ഞ് പൊട്ടുന്നത്? തേ എന്നും പറഞ്ഞ് പൊട്ടാനാണ് മേളോട്ട് പോയത്. അവിടെ ചെല്ലുമ്പോ ഇത് മറന്നുപോകും, തെറ്റിപ്പോവും. തെറ്റിപ്പോവും. തെറ്റിപ്പോയിട്ട് പ്ലേ എന്നും പറഞ്ഞാ പൊട്ടുന്നത്. പിന്നെ ഇതല്ലാതെ പിന്നെ എന്നാലും വെറൈറ്റി നമുക്ക് വേണ്ടേ? വെറൈറ്റി ഉണ്ട്. പറ. ഞാൻ കണ്ടുപിടിച്ച ഒരു ഗുണ്ടാണത്. അത് ശരി. ഇതിപ്പം ഞാനിപ്പോ ഈ ഗുണ്ട് കത്തിച്ച് വിടുകയാണെന്ന് വിചാരിക്കുക. ഇത് മേളിൽ ചെന്നിട്ട് ഞാൻ കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ പേര് മൊത്തം ആകാശത്ത് എഴുതി കാണിക്കും. ഒയ്യോ. പക്ഷെ നെൽസൺ ഇത് പൊട്ടിക്കണ്ട കേട്ടാ. അതെന്താ? ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാല് താങ്കൾ കൊടുക്കാനുള്ളവരുടെ ആകാശവും കവിഞ്ഞിട്ട് ഓസോൺ പാളികൾ പോലും തികയാതെ വരും. അതുപോലെ കടം മേടിച്ചിട്ടേക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് ചോദിച്ചോളൂ. സൂചിച്ചാടാ. പടക്കം പൊട്ടിക്കുമ്പോ ഈ ചൈന പടക്കങ്ങൾ മേലിലോട്ട് പോകുമ്പോ ഇതിനകത്ത് ചിലതിനകത്ത് ഈ കൊടകൾ ഉണ്ടാവുമല്ലോ. കൊടകള് കൊടകള് കൊട വിരിയാറുണ്ടല്ലോ. കൊട വെച്ച് വിടുന്ന എന്തിനാണ്? അതൊരു മുൻകരുതൽ. എന്താണ്? ഒരു വഴിക്ക് പോകല്ലേ, മഴ വെള്ളം വന്നാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു കരുതൽ. വീട്ടിൽ നിന്നാണല്ലോ. ഹലോ, എന്താണ്? ഹലോ, അയ്യോ ഹലോ 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 ഹലോ. അയ്യോ, എപ്പോഴായിരുന്നു എന്റെ ദൈവം. അച്ഛൻ മരിച്ചാ? ഇല്ലല്ല, അച്ഛൻ മരിച്ചല്ല. എന്റെ വീടിന് തീ പിടിച്ചു. എന്റെ വീടിന് അതിനോട് ചേർന്നിരിക്കുന്ന പടക്കക്കടയ്ക്കും തീ പിടിച്ചു. ഒരു പുളിയമ്മാവും പ്ലാവും എല്ലാം നിന്ന് കത്തുകയാണെന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ ഇത്രയും സാധനം കത്തി നശിച്ചിട്ട് ഞാൻ വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ? അത് ശരിയാണ്, എന്നാലും പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. എന്താ പരിഹാരം? ഒരു പരിഹാരവും ഇല്ല. എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്തിരി കരുതാ. അതൊരു പച്ച പുളിമരം നല്ല ഈ വണ്ണമുള്ള അത് നിന്ന് കത്തിയെന്ന്. എനിക്കതല്ല വിഷമം. വീട് കത്തി, പടക്കപ്പര കത്തി, ഈ പുളിമരം നിന്ന് കത്തി, പുളിമരം നിന്ന് കത്തി. എന്നിട്ട് എന്റെ പടക്കത്തിന് ഒരു കേടും സംഭവിച്ചില്ലെന്ന്. നല്ല ബെസ്റ്റ് പടക്കം, മെച്ചമുള്ള പടക്കം അല്ലേ? അപ്പം വിളിക്കാം. എന്തിന്? 100ാമത്തെ എപ്പിസോഡിന്. 100ാമത്തെ ഞാൻ പറഞ്ഞു മറന്നുപോയി. ഈ 100ാമത്തെ എപ്പിസോഡ് എന്നാണ്? അത് ഡേറ്റ് അറിയിക്കാം. കുറച്ച് സമയം തരണം സാധനം ഉണ്ടാക്കണമെങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അറിയിക്കാം. എന്നാണിത്? അത് അറിയിക്കാം. എന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ? നമ്പർ ഞാൻ എടുത്തോളാം. ഓക്കെ. അപ്പം ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അറിയിക്കാം. പിന്നെ എന്നെ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ ശിവകാശി വരെ ഒന്ന് പോകും. ഇവിടുത്തെ 100ാമത്തെ എപ്പിസോഡിന് പടക്കം വേണ്ടേ? കുറച്ച് ബൾക്കായിട്ട് സാധനം. അപ്പൊ ശരി, അത് അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ. കോമഡി മസാലയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ.